إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات ഇസ്ലാം മനുഷ്യരുമായി ഇടപഴകുന്ന വിഷയത്തിൽ വളരെ പ്രാധാന്യം തന്നെ ഹദീസുകളിലൂടെയും ഖുർആനിലൂടെയും പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആളുകളോട് ഇടപഴകുന്ന വിഷയത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അയൽവാസികളുമായി നമ്മുടെ ബന്ധം എത്രത്തോളം ഉണ്ടാവണമെന്നുള്ളത്. ഇസ്ലാം വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ് അയൽവാസികളായ ആളുകളെ അവരോട് എങ്ങനെ പെരുമാറണം, അവരോടുള്ള ബാധ്യതകൾ എന്തൊക്കെയെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചിരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിനോട് മറ്റുള്ള ഒന്നിനെ നിങ്ങൾ പങ്കു ചേർക്കരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, വബിസിൽ ഖുർബാ, അതേപോലെ തന്നെ കുടുംബങ്ങൾക്കും, വൽ യതാമ, അതുപോലെ യതീമുകൾക്കും, വൽ മസാകീൻ, മിസ്കീനുകൾക്കും ഒക്കെ നിങ്ങൾ നന്മ ചെയ്യണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തത് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് വൽ ജാരിദിൽ ഖുർബാ, കുടുംബ ബന്ധമുള്ള അയൽവാസികളോടും, വൽ ജാരിൽ ജുനുബ്, അതേപോലെ തന്നെ അന്യരായ കുടുംബ ബന്ധമല്ലാത്ത അന്യരായ അയൽവാസികളോടും നിങ്ങൾ ഗുണം ചെയ്യണം, ഇഹ്സാൻ കാണിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ വൽ ജാരിദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ് എന്ന് പറഞ്ഞതിൽ മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഭൂരിഭാഗം മുഫസ്സിറുകളും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള ഇമാം മുജാഹിദ്, അതുപോലെ തന്നെ ഇമാം അദ്ദഹാഖ് റഹ്മഹുമുല്ലാഹ്, ഇവരെല്ലാവരും അതിന് കൊടുത്ത വ്യാഖ്യാനം വൽ ജാരിദിൽ ഖുർബ എന്ന് പറഞ്ഞാൽ യാനി അല്ലദീ ബൈനക വ ബൈനഹു ഖറാബ, നിനക്കും അവനും ഇടയിൽ കുടുംബ ബന്ധമുണ്ട്. അപ്പൊ കുടുംബ ബന്ധമുള്ള അയൽവാസികൾ. അതേപോലെ തന്നെ വൽ ജാരിൽ ജുനുബ് എന്ന് പറഞ്ഞാൽ അല്ലദീ ലൈസ ബൈനക വ ബൈനഹു ഖറാബ, നിനക്കും അവൻക്കും ഇടയിൽ കുടുംബ ബന്ധമില്ല, അങ്ങനെയുള്ള അയൽവാസികൾ. അതാണ് അതിന്റെ ഭൂരിഭാഗം മുഫസ്സിറുകളും കൊടുത്ത വ്യാഖ്യാനം. ചില മുഫസ്സിറുകൾ വൽ ജാരിദിൽ ഖുർബ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളാണെന്നും, വൽ ജാരിൽ ജുനുബ് എന്ന് പറഞ്ഞാൽ അത് ജൂത ക്രിസ്ത്യാനികളെന്നും എന്നും തഫ്സീർ വെച്ചിട്ടുണ്ട്. ഏതായാലും അയൽവാസികൾ അതാരായിരുന്നാലും ജൂതനായാൽ പോലും അവനോടും അവന്റെ കടമകൾ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ച ഒരു വിഷയം തന്നെയാണ് അയൽവാസികളായ ആളുകളോട്
ഗുണം ചെയ്യുക, ഇഹ്സാൻ കാണിക്കുക എന്നുള്ളത്. നമ്മളെല്ലാവരും കേട്ടൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ ബാബുൽ വസാത്തി ബിൽ ജാർ, അയൽവാസികളോടുള്ള വസിയത്ത് എന്ന ബാബിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ സ്വഹീഹായി കൊടുത്തൊരു ഹദീസ് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മസാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസികളുടെ കാര്യത്തിൽ എന്നെ വസിയത്ത് ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹത്താ ظننت انه سيورث. ഏതുവരെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ ഇങ്ങനെ വസിയത്ത് ചെയ്തത് മൂലം ഞാൻ വിചാരിച്ചു അയൽവാസിക്ക് പിന്തുടർച്ചാവകാശം നൽകപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചു പോയി. എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചാൽ അവന്റെ അനന്തര സ്വത്ത് അയൽവാസിക്കും കൊടുക്കേണ്ടി വരും എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി. അത്രത്തോളം അയൽവാസികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം വസിയത്ത് ചെയ്തു എന്നാണ്. അപ്പൊ അതിന് അത്രക്കും ഗൗരവമുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പഠിപ്പിക്കാൻ കാരണം. മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ അൽ മുഫ്രദിൽ ഉദ്ധരിച്ചത് കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യുഹ്സിൻ ഇലാ ജാരിഹ്, അവൻ അയൽവാസിക്ക് ഗുണം ചെയ്യട്ടെ എന്ന്. ഇവിടെ ഈ ഹദീസിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിയത് മൻ കാന യുഅ്മിനു ബില്ലാഹ്, ഒന്ന് അല്ലാഹുവിലുള്ള വിശ്വാസം, രണ്ട് പരലോകത്തിലുള്ള വിശ്വാസം. അത് തുടങ്ങാനുള്ള കാരണം ഇബ്നു ഹജർ റഹ്മഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് കാണാം, ഒന്ന് ആരംഭമാണ്, തന്നെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹുവിൽ ഉള്ള വിശ്വാസം, അതവന്റെ സൃഷ്ടിപ്പ് എന്നത് അവന്റെ മബ്ദ ആരംഭമാണ്. പിന്നെ അവന്റെ മടക്കം അത് ഖിയാമത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് തുടക്കവും ഒടുക്കവും എന്ന നിലക്ക് അല്ലാഹുവിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ അവൻ അയൽവാസിക്ക് ഗുണം ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതിന്റെ ശറഹിൽ ശാരിഹുകൾ പറഞ്ഞത് കാണാം, ഐ ബിസ്സലാം, സലാമത്തോടുകൂടി, മുതഫഖിദൻ ഹാലഹു, തന്റെ അയൽവാസിയുടെ അവസ്ഥകളെ അന്വേഷിക്കണം. എന്റെ അയൽവാസി അവൻ പട്ടിണി കിടക്കുന്നുണ്ടോ, അവന് വല്ല പ്രയാസമുണ്ടോ, അവന് ബുദ്ധിമുട്ടുന്നുണ്ടോ, അവന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇതെല്ലാം ഒരു മുസ്ലിമിനെ മനസ്സിലാക്കി വെക്കൽ അനിവാര്യമായ കാര്യമാണ്. അവൻ ആവശ്യമായ, തന്റെ അയൽവാസിക്ക് ആവശ്യമായ കാര്യങ്ങളിൽ അവനെ സഹായിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. തന്റെ അയൽവാസിക്ക് തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിനെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ലയോ, അതേപോലെ തന്നെ തന്റെ അയൽവാസിക്കും ഒരു ബുദ്ധിമുട്ടൊരു പ്രയാസം ഉണ്ടാവരുത്, അങ്ങനെ ഉണ്ടാവുന്നത് അവനിൽ നിന്ന് തടുക്കുക, കഫ് ചെയ്യുക എന്നുള്ളതാണ് ഇവ അയൽവാസിയിലേക്ക് ഇഹ്സാൻ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശമെന്ന് ശാരിഹുകൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പോ ഇസ്ലാം വിശുദ്ധ ഖുർആനും ഹദീസിലൂടെയും വളരെ പ്രധാനമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അയൽവാസികളെ പരിഗണിക്കുക എന്നുള്ളത്. ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയൽവാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പൊതുവെ നമുക്കുള്ളൊരു സംശയമായിരിക്കും, ആരൊക്കെ അയൽവാസികളിൽ പെടും, എത്ര ആളുകൾ പെടും, എത്ര വീടുകൾ പെടും? ഈ വിഷയത്തിൽ ആദ്യകാലം മുതലേ 4 ഇമാമിങ്ങൾക്കിടയിൽ മുതലേ ഒരു ഖിലാഫുള്ളൊരു വിഷയമാണ്, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അയൽവാസികളെ ഹദ്ദ് ചെയ്യുന്ന വിഷയത്തിൽ, ആരൊക്കെയാണ് അയൽവാസികൾ എന്ന വിഷയത്തിൽ ഉലമാക്കൾ വ്യത്യസ്ത നിലക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതിൽ ഇമാം ഷാഫി റഹ്മഹുല്ലാ, ഷാഫി മദ്ഹബിലെയും അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹ്മഹുല്ലയും ഹംബലി മദ്ഹബിലും ഒക്കെ അവർ പറയുന്ന വിഷയം, തന്റെ വീടിനോട് മുമ്പിലുള്ള 40 വീട്, ബേക്കിലുള്ള 40 വീട്, വലത് സൈഡുള്ള 40 വീട്, ഇടത്തെ സൈഡുള്ള 40 വീട് എന്നുള്ളതാണ്. പക്ഷെ അവൻ അതിനൊരു തെളിവ് പിടിക്കുന്ന ഒരു ഹദീസ്, ആ ഹദീസ് ദുർബലമാണെന്ന് പിൽക്കാലത്തുള്ള പല പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായം എടുത്തുകൊടുത്ത കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം തന്നെ അവസാനത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു ഖുദാമ റഹ്മഹുല്ലാ, അദ്ദേഹം ഹംബലി മദ്ഹബിൽ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഫിഖ്ഹിന്റെ ഗ്രന്ഥമായ മുഗ്നിയിൽ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, ഇമാം ഷാഫി റഹ്മഹുല്ലാ അഥവാ 40 വീട്, ഇടത്ത് വലത്ത് മുമ്പ് ബേക്ക് 40 വീട് എന്നുള്ളത് ഇമാം ഷാഫി റഹ്മഹുല്ലാ
ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം ഔസാഇ റഹ്മഹുല്ലാ, ഇവരുടെയൊക്കെ അഭിപ്രായമാണ്. എന്നിട്ട് അദ്ദേഹം ഇമാം അബൂ ഹനീഫ റഹ്മഹുമുല്ലാ, ഇവരൊക്കെ അഭിപ്രായങ്ങൾ അവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ അദ്ദേഹം വീടിനോട് ചേർന്ന് കിടക്കുന്നവൻ എന്ന അഭിപ്രായക്കാരനാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലയുടെ ശിഷ്യനായ ഇമാം അബൂ യൂസുഫ് റഹ്മഹുല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒരു മഹല്ലിൽ, ആ മഹല്ലിൽ പള്ളിയിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നത്, ആ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾ അവരാണ് എന്നിങ്ങനെ വ്യത്യസ്ത നിലക്ക് പല അഭിപ്രായങ്ങളും പറഞ്ഞ ഉലമാക്കളുണ്ട്. എന്നിട്ട് ഇബ്നു ഖുദാമ റഹ്മഹുല്ല പറഞ്ഞത് കാണാം. അതിന് ആ ഹദീസ് ഹഖുൽ ജിവാരി അർബഊൻ എന്നൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് അദ്ദേഹം എടുത്തു കൊടുത്തിട്ട് ഇമാം ഇബ്നു ഖുദാമ റഹ്മഹുല്ല പറഞ്ഞു, വഹാദാ നസ്സുൻ ലാ യജൂസുൽ അദ്ലു അൻഹാ, ഇത് തെളിവാണ്, അതിൽ നിന്ന് തെറ്റുക എന്നുള്ളത് അനുവദനീയമല്ല, കാര്യമല്ല. ഇൻ സ്വഹ, ആ ഹദീസ് സ്വഹീഹായി വന്നാൽ, 40 ആൾ മുമ്പിൽ 40 ആൾ ബേക്കിൽ 40 ഇടത്ത് വലത്ത് എന്നുള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വഹീഹായി വന്നാൽ അതാണ് വേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഇല്ലം യസ്ബുതിൽ ഖബർ, ഇനി അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലെങ്കിൽ ഫൽ ജാറു ഹുവൽ മുഖാരിബ്, അപ്പൊ അയൽവാസി എന്ന് പറഞ്ഞാൽ അടുത്ത് കിടക്കുന്നവനാണ്. വയുർജഉ ഫീ ദാലിക ലിൽ ഉർഫ്, അപ്പൊ പിന്നെ എങ്ങനെ മനസ്സിലാക്കുക ആ കാര്യം? ഓരോരോ വ്യക്തികളുടെയും അവരുടെ നാട്ടിലുള്ള അറിവുള്ള ആളുകൾക്ക് മനസ്സിലാക്കിയ അവരുടെ നാട്ടാചാരം അനുസരിച്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ അയൽവാസികളായി കണക്കാക്കുന്നത് ആരൊക്കെയാണോ ആ നിലക്ക് കാര്യം അടക്കപ്പെടും എന്നാണ് ഇബ്നു ഖുദാമ റഹ്മഹുല്ല വിശദീകരിക്കുന്നത്. ഈ ഒരു അഭിപ്രായമാണ് പല ഫുഖഹാക്കളും സ്വീകരിച്ചിട്ടുള്ളത്. ഇമാം ഇബ്നു ആബിദീൻ റഹ്മഹുല്ല, അദ്ദേഹം ഹനഫി മദ്ഹബിൽ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഫിഖഹിന്റെ ഗ്രന്ഥമായ ഹാഷിയയിലും അദ്ദേഹം ആ ഓരോ നാട്ടിലുമുള്ള ഉർഫ് അനുസരിച്ച് അവിടെ വിവരമുള്ള ആളുകൾ എത്രയാണോ അയൽവാസികളായിട്ട് ആളുകൾ പരിഗണിക്കുന്നത് ആ നിലക്കാണ് ഇബ്നു ആബിദി റഹ്മഹുല്ല ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഹംബലി മദ്ഹബിലെ ഇമാം മർദാവി റഹ്മഹുല്ല, അദ്ദേഹത്തിന്റെ ഫിഖഹിന്റെ ഗ്രന്ഥമായ ഇൻസാഫിലും അദ്ദേഹം തെരഞ്ഞെടുത്ത അഭിപ്രായവും ഏറ്റവും സവാബ്, ശരി, ആ നാട്ടിലുള്ള വിവരമുള്ള ആളുകൾക്കനുസരിച്ച് നമ്മൾ എത്രയാണോ അയൽവാസികളായി അടുത്ത ആളുകളായി കാണുന്നത് അവരാണ് എന്നുള്ളതാണ്. ഇനി 40 എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു ഖബർ താബിഈ പണ്ഡിതനായ ഇമാം അൽ ഹസൻ റഹ്മഹുല്ലയിൽ നിന്ന് ഒരു സനദ് ഹസനോട് കൂടി വന്നിട്ടുണ്ട്. അത് ഇമാം ബുഖാരി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഇമാം ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലയോട് ചോദിക്കപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടിയാണ്, തന്റെ വീടിന്റെ മുമ്പിലുള്ള 40 വീട്, ബേക്കിലുള്ള 40 വീട്, ഇടത്ത് സൈഡുള്ള 40 വീട്, വലത് സൈഡുള്ള 40 വീട് എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. ഏതായാലും ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസ് ദഈഫയിൽ അദ്ദേഹം വിശദീകരിച്ചത് കാണാം. വകുല്ലു മാ ജാഅ തഹ്ദീദുഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി40, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 40 വീടുകളാണ് എന്ന് നിർണയിച്ചു വന്ന എല്ലാ ഹദീസുകളും ദഈഫും, ദുർബലമാണ്, ലാ യസിഹു, അത് സ്വഹീഹായി വന്നിട്ടില്ല. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹ് പറയുന്നു, ഫദ്ദാഹിർ, അപ്പൊ ഇവിടെ ഏറ്റവും വെളിവാകുന്ന കാര്യം, സാഹിറായ കാര്യം, അന്ന സ്വവാബ, ഏറ്റവും ശരി, അയൽവാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? തഹ്ദീദുഹു ബിൽ ഉർഫ്, അത് അവനവന്റെ നാട്ടിലുള്ള വിവരമുള്ള ആളുകൾ പറയുന്ന, ആളുകൾ മനസ്സിലാക്കി അടുത്തുള്ള ആ അയൽവാസികൾ, ആ നാട്ടുകളുടെ ഉർഫ് അനുസരിച്ച് അത് മനസ്സിലാക്കണം. അതാണ് ഏറ്റവും സവാബെന്ന് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല വിശദീകരിക്കുന്നുണ്ട്. ഈ അഭിപ്രായം തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല ഒക്കെ വിശദീകരിച്ചത് കാണാം. അദ്ദേഹം പറയുന്നത് കാണാം, ഹുവൽ മുലാസിഖു ലക ഫീ ബൈതിക, നിന്റെ വീട്ടിൽ നിന്നോട് അടുത്ത് നിൽക്കുന്നവനാണ്, ചേർന്ന് നിൽക്കുന്നവനാണ് അയൽവാസി. വൽ ഖരീബു മിൻ ദാലിക, നിന്റെ വീടിനോട് അടുത്ത് നിൽക്കുന്നവനാണ്. വഖദ് വറദത് ബഅദുൽ ആസാർ ബിമാ യദുല്ലു അലാ അന്നൽ ജാറ 40 ദാറൻ കുല്ല ജാനിബ്, എല്ലാ ഭാഗത്തു നിന്നും 40 വീടുകളാണ് എന്ന നിലക്ക് ചില അസറുകളൊക്കെ വന്നിട്ടുണ്ട്, ചില ആസാറുകൾ, ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാ ശക്ക അന്നൽ മുലാസിഖ ലിൽ ബൈതി ജാറുൻ, തന്റെ വീടിനോട് അടുത്തു നിൽക്കുന്ന ഒരാൾ അവൻ അയൽവാസിയാണോ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. വഅമ്മാ മാ വറഅ ദാലിക, അതിനപ്പുറമുള്ള കുറച്ച് ദൂരെയുള്ള ആളുകളോ, അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഫഇൻ സഹഹത്തിൽ അഖ്ബാറു ബിദാലിക അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ദൂരെയുള്ള ആളുകളും ഉൾപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വല്ല ഹദീസും സ്വഹീഹായി വന്നിട്ടുണ്ടെങ്കിൽ
ഫൽഹഖു മാ ജാഅത് ബിഹി. അപ്പോൾ ആ ഹദീസ് അനുസരിച്ച് അത് അമൽ ചെയ്യുക, അതാണ് അതിന്റെ ശരിയായ വശം എന്ന് അദ്ദേഹം പറയുകയാണ്. നീ വഇല്ല, അങ്ങനെ സ്വഹീഹായി നിർണിതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടില്ല എന്ന് വെക്കുക എങ്കിൽ ഫഇന്നഹു യുർജഉ ഫീ ദാലിക ലിൽ ഉർഫ്. അപ്പം നാട്ടാചാരം, നാട്ടിൽ അനുസരിച്ചുള്ള ആ ജനങ്ങൾ പൊതുവെ കണക്കാക്കുന്നതിലേക്ക് കാര്യം മടക്കപ്പെടണമെന്നാണ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫമാ അദ്ദഹു നാസു ജിവാറ, ജനങ്ങൾ അയൽവാസികളായി കണക്കാക്കുന്നത് ആരൊക്കെയാണോ ഫഹുവ ജിവാർ, അവരായിരിക്കും അയൽവാസികൾ എന്നാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നത്. ഏതായാലും ഇതിൽ നിന്നൊക്കെ നമ്മൾ ആരാണ് അയൽവാസികൾ എന്നുള്ളത് ചെറിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ നാട്ടനുസരിച്ച് നമ്മുടെ അടുത്ത് കിടക്കുന്ന നമുക്ക് ആരൊക്കെയാണ് അയൽവാസിയായി തോന്നുന്ന ആളുകളെല്ലാം അയൽവാസികളായി പരിഗണിച്ചുകൊണ്ട് അവരോട് ഇസ്ലാം പഠിപ്പിച്ച രീതിയിലുള്ള ഇഹ്സാൻ കാണിക്കാൻ നമ്മൾ തയ്യാറാവണം. പല ആളുകളും ഇന്നത്തെ സാഹചര്യം വലിയ വീടുകൾ ഉണ്ടാക്കുകയും അതിനേക്കാൾ വലിയ മതിലുകൾ പണിയുകയും തന്റെ അയൽവാസി ആരാണെന്ന് മനസ്സിലാകാത്ത ആളുകളാണ്. തന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒന്നോ, ഏറിയാൽ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ തൊട്ടടുത്തുള്ള ഒന്നോ രണ്ടോ വീട് പരിചയം ഉണ്ടാവും. അതിനപ്പുറമുള്ള വീട്ടിൽ എത്ര ആളുകളുണ്ട്, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവർക്ക് കഷ്ടപ്പാടുകളുണ്ടോ, അവരൊരു ഫാസിക്കാണെങ്കിൽ ഇസ്ലാമെതിരായി ജീവിക്കുന്നവനാണെങ്കിൽ അവൻ ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ, ഒരു കാഫിറാണെങ്കിൽ ഇസ്ലാം മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസിയുടെ വിഷയത്തിൽ എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ചോദിക്കുകയുണ്ടായി. സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിനയെ കുറിച്ച്, വ്യഭിചാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ചോദിച്ചു. അപ്പൊ ഖാലു, സഹാബാക്കൾ പറഞ്ഞു, വ്യഭിചാരം ഹറാമാണല്ലോ, ഹറാമുൻ ഹറമഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും ഹറാമാക്കിയ കാര്യമാണല്ലോ എന്ന് ഒരു സംശയവുമില്ലാതെ സഹാബാക്കൾ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫഖാല ലഅൻ യസ്നിയ അർറജുലു ബിഅശ്രി നിസ്വ, ഒരാൾ 10 സ്ത്രീകളുമായി വ്യഭിചരിക്കുക എന്നുള്ളത്, അഥവാ അയൽവാസിയല്ലാത്ത ഒരു 10 സ്ത്രീയുമായി വ്യഭിചരിക്കുക എന്നുള്ളത് ഹൈസറു അലൈഹി, ഗൗരവം, ശിക്ഷയുടെ തെറ്റിന്റെ ഗൗരവം വെച്ച് നോക്കുമ്പോൾ അവന്റെ മേൽ ലഘുവാണ്. മിൻ അൻ യസ്നിയ ബിംറഅത്തി ജാരിഹി, തന്റെ അയൽവാസിയായ ഒരു സ്ത്രീയെ വ്യഭിചരിക്കുന്നതിലേക്ക് വെച്ച് നോക്കുമ്പോ ഏറ്റവും ഗൗരവമുള്ള, മറ്റത് 10 അന്യരായ 10 സ്ത്രീകളോട് വ്യഭിചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഗൗരവം കുറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ അയൽവാസികളല്ലാത്ത 10 സ്ത്രീകളെ വ്യഭിചരിക്കുക എന്നുള്ളതിനേക്കാളും ഗൗരവമുള്ള കാര്യമാണ് അയൽവാസിയായ ഒരു സ്ത്രീയെ വ്യഭിചരിക്കുക എന്നുള്ളത്. അപ്പൊ അത്രക്കും വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് വളരെ നീചമായ, വളരെ വൻപാപമാണ്. എന്നാലും അയൽവാസിയും അല്ലാത്ത സ്ത്രീകളും വെച്ച് നോക്കുമ്പോ അയൽവാസിയായ ഒരു സ്ത്രീയെ വ്യഭിചരിക്കുക എന്നുള്ളത് അത്രക്കും ഗൗരവമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഖിയാസാക്കി തുലനം ചെയ്ത് ഇമാം മുനാവി റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാം. ഇതിനേക്കാളും ഗൗരവമല്ല കുടുംബം, ഉമ്മ, സഹോദരി, അതേപോലെ തന്നെ മഹ്റമുകൾ, ഇവയൊക്കെ അതിനേക്കാളും ഗൗരവം ഒന്നുകൂടി കൂടും. ഇന്ന് കുടുംബത്തിലടക്കം വ്യഭിചാരം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബത്തിലടക്കം വ്യഭിചാരങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. അയൽവാസിയെ ധാരാളം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആളുകൾ ഇതിന്റെ ഒന്നും ഗൗരവം മനസ്സിലാക്കാത്ത ഒരു സന്ദർഭത്തിലാണുള്ളത്. ഇമാം അസ്സഹബി റഹ്മഹുല്ലാഹി പറഞ്ഞു, അന്ന ബഅദ സിന, ചില വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അക്ബറു ഇസ്മം മിൻ ബഅദ്, മറ്റു ചിലരെ വ്യഭിചരിക്കുന്നതിനേക്കാളും തെറ്റിന്റെ കാര്യത്തിൽ കുറച്ച് ഗൗരവം കൂടും. എല്ലാ വ്യഭിചാരവും ഗൗരവം കുറച്ച് വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് ഇമാം അസ്സഹബി റഹ്മഹുല്ലാഹി പറഞ്ഞു, വഅഅസമു സിന, വ്യഭിചാരത്തിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം ഉമ്മയുമായി വ്യഭിചരിക്കലാണ്, വല്ലുഖ്ത്, സഹോദരിയുമായി വ്യഭിചരിക്കലാണ്, വംറഅത്തിൽ അബ്, വാപ്പാന്റെ മറ്റൊരു ഭാര്യയെയും വ്യഭിചരിക്കലാണ്, വബിൽ മഹാരിം, മഹ്റമുകളുമായി വ്യഭിചരിക്കലാണ്, വബിംറഅത്തിൽ ജാർ, അയൽവാസിയുടെ ഭാര്യയുമായി വ്യഭിചരിക്കലാണ്. അപ്പൊ അയൽവാസിയുടെ ഭാര്യയുമായി വ്യഭിചരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് സമൂഹത്തിൽ വ്യഭിചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കെ ഇതിന്റെ ഒന്നും ഗൗരവം ആളുകൾ മനസ്സിലാക്കുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് വീണ്ടും ചോദിച്ചു, മോഷണത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, ഹറാമാണ് നബിയെ, ഹറമഹുല്ലാഹു അസ്സ വജല്ല വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും ഹറാമാക്കിയ കാര്യമാണല്ലോ മോഷണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഅൻ യസ്രിഖ മിൻ അശ്റതി അഹ്ലി അബയാത്, മറ്റുള്ള അയൽവാസികളല്ലാത്ത 10 വീടുകളിൽ നിന്ന് മോഷ്ടിക്കുക എന്നുള്ളത് ഐസറു അലൈഹി മിൻ അൻ യസ്രിഖ മിൻ ബൈത്തി ജാരിഹി, തന്റെ അയൽവാസിയുടെ ഒരു വീട്ടിൽ നിന്ന് കക്കുന്നതിനേക്കാളും ലഘുവാണ്. ലഘുവാണ് പറഞ്ഞാൽ അത് രണ്ടും താരതമ്യം ചെയ്തു നോക്കുമ്പോ ശിക്ഷയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവം കുറഞ്ഞത് അന്യന്മാരായ അയൽവാസിയില്ലാത്ത 10 ആളുകളെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കലാണ്. അപ്പോ 10 ആളുകളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നതിനേക്കാളും ഗൗരവമാണ് അയൽവാസിയായ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അത്രക്കും ഗൗരവത്തോടു കൂടിയാണ് അയൽപക്ക ബന്ധങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത്. എത്രത്തോളം എന്ന് വെച്ചാ ഈ അയൽവാസികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമാണോ? അല്ല. ഇമാം ഇബ്നു ഹജർ റഹ്മഹുല്ലാ പറഞ്ഞു, ഇസ്മുൽ ജാർ, അയൽവാസി എന്ന് പറഞ്ഞാൽ യശ്മലുൽ മുസ്ലിമ, അത് മുസ്ലിം ഉൾക്കൊള്ളും, വൽ കാഫിറ, കാഫിർ ഉൾക്കൊള്ളും, വൽ ആബിദ വൽ ഫാസിഖ വസ്സദീഖ, സ്നേഹിതൻ തെമ്മാടി, വൽ അദുവ ശത്രു, വൽ ഗരീബ അപരിചിതൻ, വൽ ബലദിയ ഗ്രാമീണൻ, വന്നാഫിയ വദ്ദാറ, ഉപകാരം ചെയ്യുന്നവൻ ഉപദ്രവിക്കുന്നവൻ, വൽ ഖരീബ് അടുത്തവൻ, വൽ അജ്നബിയ അകന്നവൻ, വൽ അഖ്റബ അടുത്തവൻ, ദാറൻ വീടിനോട് അടുത്തവൻ, വൽ അബഅദ വീടിനോട് വിദൂരമായവൻ, ഇവരെല്ലാം അയൽപക്ക ബന്ധത്തിൽപ്പെടും. പക്ഷെ അവരോടൊക്കെ ഇസ്ലാം കൽപ്പിച്ചൊരു രൂപമുണ്ട് ഇടപഴകാൻ. കാഫിറുകളാകുമ്പോ തെമ്മാടികളാകുമ്പോ അവരോട് എങ്ങനെ പെരുമാറണം നമുക്കറിയാം. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുകയാണ്, അന്നഹു ദുബിഹത് ലഹു ഷാത്ത്, ഒരിക്കൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ആടിനെ അറുക്കപ്പെട്ടു. അപ്പോ ഫജഅല യഖൂലു ലിഗുലാമിഹി, അദ്ദേഹത്തിന് വേണ്ടി ആടിനെ അറുത്തപ്പോ തന്റെ ഗുലാമിനോട് അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി, അഹ്ദൈത ലിജാരിനൽ യഹൂദിയ, ജൂതനായ നമ്മുടെ അയൽവാസിക്ക് നീ നൽകിയോ? അഹ്ദൈത ലിജാരിനൽ യഹൂദിയ, ജൂതനായ ലിജാരിൽ യഹൂദി, ജൂതനായ തന്റെ അയൽവാസിക്ക് നീ നൽകിയോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മാ സാല ജിബ്രീലു യൂസീനി ബിൽ ജാരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസിയുടെ കാര്യത്തിൽ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹത്താ സനന്തു അന്നഹു സയുവരിസ്, അവർക്ക് പിന്തുടർച്ച അവകാശം അനന്തരാവകാശം നൽകപ്പെടുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ജൂതനായാലും അത് മുസ്ലിം ആയാലും ശരി, അല്ലാത്ത കാഫിറായാലും ശരി, അയൽവാസിക്ക് ഗുണം ചെയ്യുക എന്നുള്ളത് അത് അനിവാര്യമായ കാര്യമാണ്. എന്നിട്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ, ഈ കാഫിരീങ്ങളും തമ്മാടികളും വ്യത്യസ്ത ആളുകളായിരിക്കും അയൽവാസികൾ. അപ്പൊ അവരോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് ഇബ്നു ഹജർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നത് കാണാം. അബൂ മുഹമ്മദ് ഇബ്നു അബി ജംറ റഹ്മഹുല്ലയുടെ വാക്ക് അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്, ഹിഫ്ദുൽ ജാരി, അയൽവാസിയെ സംരക്ഷിക്കുക എന്നുള്ളത് മിൻ കമാലിൽ ഈമാൻ, ഈമാനിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. ഒരാളുടെ ഈമാൻ പൂർണ്ണമാകാൻ അയൽവാസിയോടുള്ള കടമകൾ നിർവഹിക്കുക എന്നുള്ള നിർബന്ധമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വകാന അഹ്ലുൽ ജാഹിലിയ്യ യുഹാഫിസൂന അലൈഹി, ജാഹിലിയത്തിലുള്ള ആളുകൾ പോലും അയൽപക്ക ബന്ധം വളരെ നല്ല നിലക്ക് സൂക്ഷിച്ചവരായിരുന്നു അവർ. എന്നിട്ട് അദ്ദേഹം അയൽവാസികളോടുള്ള പെരുമാറ്റത്തെ കുറിച്ച് പറയുകയാണ്, വയഹ്സുലും തിസാലുൽ വസിയ്യത്ത് ബിഹി, ഒരു അയൽവാസിയോടുള്ള വസിയ്യത്ത് അത് അനുസരിക്കപ്പെടൽ ഉണ്ടാവുക എങ്ങനെയാ? ബിഇസാലി ദുറൂബിൽ ഇഹ്സാൻ ഇലൈഹി, ആ അയൽവാസിയിലേക്ക് നന്മകളുടെ ഇനങ്ങൾ എത്തിച്ചുകൊണ്ടാണ്. ബിഹസബി ത്വാഖ, ഒരാളുടെ കഴിവനുസരിച്ചുകൊണ്ട്. ഇതുപോലെ കൽ ഹദിയ്യ, വല്ല ഗിഫ്റ്റ് സമ്മാനങ്ങൾ നൽകുക. വസ്സലാം, സലാം, അയൽവാസിയെ കണ്ടാൽ സലാം പറയുക. വതലാഖത്തിൽ വജ്ഹ്, മുഖപ്രസന്നതയോടുകൂടി, അതേപോലെ കണ്ടാൽ ഒന്ന് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഈ നിലക്കൊക്കെ പെരുമാറൽ. ഇൻദ ലിഖാഇ, അവനെ കണ്ടുമുട്ടുമ്പോ. വതഫഖുദി ഹാലിഹ്, തന്റെ അയൽവാസിയായ ആളുടെ അവസ്ഥ എന്താണ്
അവൻ കഷ്ടപ്പെടുന്നവനാണോ? അവന് പ്രയാസമുണ്ടോ? അവന് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് എന്ന് അന്വേഷിച്ചറിയലാണ്. അതുപോലെ തന്നെ അവൻ ആവശ്യമായ കാര്യങ്ങൾ നൽകിക്കൊണ്ട് സഹായിക്കലാണ് എന്നൊക്കെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അബൂ മുഹമ്മദ് നബി ജംറ റഹ്മഹുല്ലയുടെ ഖൗലായിട്ട് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം വിശദീകരിച്ച് ധാരാളം കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. എന്നിട്ട് വഗൈറു സ്വാലിഹ്, ഒരു സ്വാലിഹ് അല്ലാത്ത മനുഷ്യനാണ് അയൽവാസി നോക്കുക. സ്വാലിഹ് അല്ലാത്തല്ലേ കാഫിറ നോക്കുക അയൽവാസി. അപ്പൊ അവനോടുള്ള കടമകൾ എന്തൊക്കെയാണ്? കഫ്ഫുഹു അനില്ലദി യർതകിബുഹു ബിൽ ഹുസ്നാ അലാ ഹസബി മറാത്തിബിൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. അപ്പോ അവൻ നിരന്തരം ചെയ്യുന്ന തിന്മകള് അതവന് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഏറ്റവും നന്നായ രീതിയിൽ നന്മ കൽപ്പിക്കുന്നതിന്റെയും തിന്മ വിരോധിക്കുന്നതിന്റെയും സ്ഥാനമനുസരിച്ചുകൊണ്ട് അവനെ ആ തെറ്റിൽ നിന്ന് തടയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വയഇസുൽ കാഫിറ ബിഅർദിൽ ഇസ്ലാമി അലൈഹി, ഒരു കാഫിറായ അയൽവാസിയാണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അവന് പരിചയപ്പെടുത്തി കൊടുക്കണം. വയുബയ്യിനു മഹാസിനഹു, ഇസ്ലാമിന്റെ നന്മകൾ അവന് വ്യക്തമാക്കി കൊടുക്കണം. വത്തർഗീബ ഫീഹ്, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അവന് ആഗ്രഹം ഉണ്ടാക്കിപ്പിക്കണം. ബിരിഫ്ഖിൻ, ഇതൊക്കെ നല്ല ലോലമായ സൗമ്യമായ പെരുമാറ്റത്തിലൂടെയാവണം. വയഇദുൽ ഫാസിഖ, അതുപോലെ തന്നെ ഒരു തെമ്മാടിയായ അയൽവാസിയാണെങ്കിൽ അവനെ ഉപദേശിക്കണം. ബിമാ യുനാസിബുഹു ബിർരിഫ്ഖി, ഉപദേശിക്കുന്ന നമ്മൾ വളരെ ലോലമായി നല്ല സൗമ്യമായ പെരുമാറ്റത്തോടുകൂടി അവന്റെ അവസ്ഥക്കനുസരിച്ചുകൊണ്ട് അവനോട് ഉപദേശിക്കണം. വയസ്തുറു അലൈഹി സലലഹു അൻ ഗൈരി, അവന്റെ തിന്മകൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കണം. വയൻഹാഹു ബിരിഫ്ഖിൻ, വളരെ മൃദുലമായ സമീപനത്തോടുകൂടി അവന്റെ തിന്മകളെ നിങ്ങൾ വിരോധിക്കണം. ഫൈൻ നഫദ, അങ്ങനെ ചെയ്താൽ അതവൻ ഉപകാരം, അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അവന് മാറ്റമുണ്ടായാൽ ഫബിഹി, അങ്ങനെ മതി, അതുകൊണ്ടല്ല ഖൈറാവും. ആ നിലയ്ക്ക് റിഫ്കോടുകൂടി അവനോട് പെരുമാറണം. ഇനി ചില ആളുകൾക്ക് മാറ്റമില്ല നോക്കുക, പെരും തമ്മാടിയായിട്ട് തന്നെയാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ മാറുന്നില്ല എന്ന കാരണത്താൽ അവനെ മര്യാദ പഠിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ അവനെ വെടിയണം എന്നാ, അല്ലാണ്ട് വേറെ വാശിക്കല്ല. എന്തിനും ആ തിന്മയിൽ നിന്ന് അവൻ അകന്നു നിൽക്കാൻ വേണ്ടി നിന്നോട് ഞാൻ വെടിഞ്ഞു നിൽക്കാനുള്ള കാരണം അവനോട് വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് അവനെ വെടിയണം എന്നാണ് മഹാന്മാരെ ഉലമാക്കളൊക്കെ പഠിപ്പിച്ചത്. ഈ അവകാശങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ അയൽവാസികൾ കാഫിറാണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയും, അതല്ലെങ്കിൽ ഒരു തെമ്മാടിയാണ്, അവന് നമസ്കരിക്കാത്തവനാണ്, അല്ലെ തൗഹീദില്ലാത്തവനാണ്, തൗഹീദിൽ മിസ്റ്റേക്ക് ഉള്ളവനാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവന് കാര്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഈ നിലക്ക് നമ്മുടെ അയൽവാസികളുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കണം. അതാണ് ഇസ്ലാമിലെ അയൽപക്ക ബന്ധമുള്ളത്. നമ്മുടെ സഹോദരങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് യഥാർത്ഥ നിലക്കുള്ള അയൽപക്ക ബന്ധം. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. അയൽവാസികളോടുള്ള ഒരു മുസ്ലിമിന്റെ പെരുമാറ്റം ഏതൊക്കെ രീതിയിലാവണമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഒരു അയൽവാസി തന്റെ അയൽവാസി വിശന്നു നിൽക്കുന്ന അവസ്ഥയിൽ വയറ് നിറക്കുന്നവൻ അവന്റെ ഈമാൻ പൂർണ്ണമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാൻ കാരണം? അതിൽ പണ്ഡിതന്മാരെ ഹദീസിന്റെ വിശദീകരണത്തിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഒരു യഥാർത്ഥ മുസ്ലിം തന്റെ അയൽവാസികളുടെ കടമകൾ മനസ്സിലാക്കിയ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ അയൽവാസിക്ക് അവൻ പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചാൽ, അങ്ങനെ ലോകത്തുള്ള എല്ലാവരും അന്വേഷിച്ചാൽ ഒരു പ്രയാസപ്പെടുന്ന അല്ലെ പട്ടിണി കിടക്കുന്ന ഒരു അയൽവാസിയും ലോകത്തുണ്ടാവുകയില്ല എന്ന് ഇതിന്റെ ശറഹിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പറയുന്നൊരു കാര്യമാണ്, എല്ലാ ആളുകളും ഹക്കോടുകൂടി സക്കാത്ത് കൂടി നൽകിയാൽ ലോകത്തുള്ള ആളുകൾ, പട്ടിണി കിടക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ ഇല്ലാതാവും. അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ശൈഖ് അൽബാനി റഹ്മഹുല്ലാ പറഞ്ഞത് കാണാൻ സാധിക്കും, വഫിൽ ഹദീസ് ദലീലുൽ വാദിഹ്, ഈ ഹദീസിൽ വ്യക്തമായൊരു തെളിവുണ്ട്, അല അന്നഹു യഹ്റമു അലൽ ജാരിൽ ഗനി, ഒരു സമ്പന്നനായ ഒരു അയൽവാസിയുടെ മേൽ ഹറാമാകും
അയ്യദഅ ജീറാനഹു ജായിഈന, തന്റെ അയൽവാസി വിശന്നവനായ നിലയിൽ അവനെ ഉപേക്ഷിക്കുക എന്നുള്ളത് ധനികനായ ഒരു അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേലത് ഹറാമാണ്. അപ്പോ എത്ര പണക്കാരുണ്ട് ഇന്ന്. ആ പണക്കാർ തന്റെ അയൽവാസിയായ ചുറ്റുമുള്ള ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അവന്റെ മേൽ നിഷിദ്ധമായ കാര്യമാണ്. അതുമൂലം അവന് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ തന്റെ അയൽവാസി അവൻ കഷ്ടപ്പെടുന്നുണ്ടോ, പട്ടിണി കിടക്കുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ, അവന്റെ വീട്ടിൽ ആർക്കൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്നറിയുക എന്നുള്ളത് പ്രത്യേകിച്ച് പണക്കാരനായ ഒരു അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മുസ്ലിമുകൾ തന്നെ ലോകത്ത് ദുരിതം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പട്ടിണി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പലരെയും ആരും തിരിച്ചറിയുന്നില്ല. അപ്പൊ ഈ ഒക്കെ അവസ്ഥ ഉണ്ടാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിലുള്ള അയൽപക്ക ബന്ധമില്ലാഞ്ഞിട്ടാണ്. ഇനിയും ധാരാളം കാര്യങ്ങൾ ആ വിഷയവുമായി മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അയൽവാസികളോട് എത്രത്തോളം കടമകളുണ്ട് എന്നുള്ള ഗൗരവത്തെക്കുറിച്ചുള്ള ഹദീസുകളും ആയത്തുകളും നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അയൽവാസികൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അവരോട് എത്രത്തോളം നമ്മൾ പെരുമാറണം, ഏതൊക്കെ നിലയിൽ പെരുമാറണമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ നിലയ്ക്ക് അയൽവാസികളുമായിട്ട് പെരുമാറാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ, ആ സഹോദരൻ രോഗം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ആ സഹോദരൻ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ദുആയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه وسلم.